ഇടുക്കി ജില്ലാ കളക്ടർക്കെതിരെ സിപിഐഎം ജില്ലാ സെക്രട്ടറി സി.വി. വർഗീസ് അനധികൃത പാറ പൊട്ടിക്കലും മണ്ണെടുപ്പും നടത്തുന്നുവെന്ന പരാതിയിൽ വർഗീസിനും മകനും മരുമകനും എതിരെ കേസ് എടുത്തതിന് പിന്നാലെയാണ് കളക്ടർക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത്. പരാതിയിൽ ഗൂഢാലോചന ഉണ്ട് എന്നും പേര് പോലും വയ്ക്കാതെയുള്ള വ്യാജ പരാതി വന്നാൽ അന്വേഷണത്തിന് ഉത്തരവിടുകയാണോ വേണ്ടതെന്നും സി.വി. വർഗീസ് ചോദിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി സ്റ്റാലിൻ ചേരുന്നുണ്ട്. സ്റ്റാലിൻ, എന്താണ് ഈ കളക്ടർക്കെതിരെ വർഗീസ് രംഗത്ത് വരാനുണ്ടായിട്ടുള്ള പശ്ചാത്തലം? ഒരു പരാതി ലഭിച്ചാൽ അത് വ്യാജമാണോ അല്ലയോ എന്നത് തിരിച്ചറിയാൻ കളക്ടർക്ക് സാധിക്കുമോ? പരാതി അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴല്ലേ അതിന്റെ നിജസ്ഥിതി അറിയാൻ സാധിക്കും? അഭിലാഷ് ഇപ്പൊ സൂചിപ്പിച്ച ഇക്കാര്യം തന്നെയാണ് നമ്മൾ മാധ്യമ പ്രവർത്തകരും ഇന്ന് സി.വി. വർഗീസിനോട് ചോദിച്ചത്. ഒരു പരാതി ലഭിച്ചു, ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണല്ലോ കളക്ടർ അന്വേഷിച്ചത് എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അപ്പോഴാണ് സി.വി. വർഗീസ് ഇത്തരത്തിൽ പറയുന്നത്. അതായത് പരാതിയിൽ യാതൊരു അടിസ്ഥാനവുമില്ല, പരാതിയിൽ പരാതിക്കാരന്റെ പേരില്ല, ഒരു വ്യാജ പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൽ പരാമർശിക്കുന്ന ആളുടെ പേരിൽ നടപടിയെടുക്കുകയാണോ ചെയ്യേണ്ടത്? അതാണ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത്. അതാണോ? അത്തരത്തിലൊരു നടപടി എടുത്തതിനകത്ത് പ്രതിഷേധമുണ്ട്. ആ കാര്യത്തിൽ അതിൽ നിയമപരമായിട്ട് തന്നെ അതിനെ നേരിടും. അതോടൊപ്പം തന്നെ ഈ സി.വി. വർഗീസ് എന്ന് പറയുന്ന ഞാൻ അല്ലെങ്കിൽ CPM ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന എന്റെ പേരിൽ പാറമടകളോ അത്തരത്തിലുള്ള യാതൊരു ഇടപാടുകളോ ഇല്ല. ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. മാത്രവുമല്ല, ഒരാവശ്യത്തിന് വേണ്ടിയിട്ടും കളക്ടറെയോ അതല്ലെങ്കിൽ മൈനിങ് ആൻഡ് ജിയോളജിനെയോ അല്ല ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് പോകാതിരിക്കാൻ മാധ്യമപ്രവർത്തകരെയോ ഞാൻ ഇക്കാര്യമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടുമില്ല. മറിച്ച് മക്കൾ എന്ന് പറയുന്നവർ അവര് പ്രായപൂർത്തിയായി അവര് കുടുംബമായി താമസിക്കുന്നു, അവർ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നു. ഏത് തൊഴിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ അവർ ചെയ്യുന്ന തൊഴിൽ ചെയ്യുന്നു. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നിയമരഹിതമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ നേരിടണം. ആ കാര്യത്തിൽ ഞാൻ ആ കാര്യത്തിൽ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഉദ്യോഗസ്ഥരോട് തന്നെയാണ് പറയുന്നത്. പക്ഷേ അതിന് വ്യക്തമായിട്ടുള്ളൊരു പരാതി വേണം. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു പരാതിയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യാജ പരാതിയുടെ പേരിൽ, ഒരു പേരില്ലാത്ത ഒരു അജ്ഞാത പരാതിയുടെ പേരിലാണ് ഇന്നിപ്പോൾ ജില്ലാ കളക്ടർ ഇത്തരത്തിലൊരു നടപടിയെടുത്തത്. അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. അതുപോലെ തന്നെ ഇതിനു മുൻപ് ഇവിടെ നിരവധി കളക്ടർമാർ ഇരുന്നിട്ടുണ്ട്. അവരൊക്കെ നാട്ടിലെ ഇത്തരം നിർമ്മാണ നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നപ്പോഴും നാട്ടിലെ വികസന കാര്യങ്ങളിൽ അവര് ധാർമ്മികത വെച്ചുകൊണ്ട് അവർ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ വീടുകളുടെ നിർമ്മാണത്തിലോ അതല്ലെങ്കിൽ പൊതുവായിട്ടുള്ള നിർമ്മാണ പ്രശ്നങ്ങളിലോ നടക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ സ്വന്തം പുരയിടത്തിൽ അല്ലെങ്കിൽ വീട് വാസയോഗ്യമായ വീടില്ലാത്തവർക്ക് അനുവദിക്കുന്ന വീടുകളുടെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളിലെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ പാറകൾ പൊട്ടിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അതല്ലാതെ ഇത്തരത്തിൽ സി.വി. വർഗീസ് എന്ന് പറയുന്ന CPM ജില്ലാ സെക്രട്ടറിക്ക് യാതൊരു ബന്ധവുമില്ല. അത് പാർട്ടിയെയും എന്നെയും തേജോധം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഇതാണ് സി.വി. വർഗീസിന്റെ ഭാഷ്യം.